ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ തിടനാട്. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. രക്ഷപ്പെട്ട പാപിയായ ഞാനിതാ, ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു. ഹൃദയത്തിൽ ദൈവസ്നേഹം എരിവാൻ വാഞ്ചിക്കുന്നു. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷകന. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീരക്ഷകന. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നാം നമ്മുടെ കർത്താവിനെ ഓർക്കുകയും ധ്യാനിക്കുകയും കർത്താവിൻ്റെ സ്നേഹവും നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളും നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കുന്ന ഈ മനോഹരമായ സമയത്ത് നമ്മുടെ കർത്താവ് കടന്നുപോയ, നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകളുടെ വിശദീകരണങ്ങൾ തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഗത്സമനയിൽ വെച്ച് പിടിക്കപ്പെടുകയും പിന്നീട് കടന്നു പോകേണ്ടി വന്ന അനുഭവങ്ങളും തിരുവെഴുത്തിൽ നാം വായിക്കുന്നു. വാക്യങ്ങൾ പരാമർശിച്ചു പോകുന്നു. എന്നാൽ ഒരു വാക്യം പ്രാരംഭത്തിൽ വായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 12-ാം വാക്യം. പട്ടാളവും സഹസ്രാധിപനും യഹൂദന്മാരുടെ ചേവകരും യേശുവിനെ പിടിച്ചുകെട്ടി ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. നമ്മുടെ കർത്താവ് പല സന്ദർഭങ്ങളിലായി വിസ്തരിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ആദ്യ സന്ദർഭമാണ് ഇത്. മഹാപുരോഹിതന്മാരായിരുന്ന ഹന്നാവും കയ്യഫാവും കർത്താവിനെ പിടിക്കേണ്ടതിനു വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത് കർത്താവിനെ പിടിച്ച് അവർ കെട്ടി ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുന്നു. പരിശോധനകളും വിശദമായ ചോദ്യം ചെയ്യലും സംഭവിക്കുന്നു. ഒരു കുറ്റവും കണ്ടെത്തുവാൻ അവർ പ്രതീക്ഷിച്ചതുപോലെ സാധിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 18-24 ഇവർ കയ്യഫ പുരോഹിതൻ്റെ അടുക്കൽ കർത്താവിനെ കൊണ്ടുചെല്ലുന്നു. ഇവിടെയെല്ലാം കെട്ടപ്പെട്ടവനായിട്ടാണ് നമ്മുടെ കർത്താവിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെയും ചോദ്യങ്ങളും ആവർത്തിക്കപ്പെടുന്ന പരിശോധനകളും, ഒരു കുറ്റവും കണ്ടെത്തുവാൻ അവിടെയും സാധിക്കുന്നില്ല. പിന്നീട് ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 66-ാം വാക്യത്തിൽ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കർത്താവിനെ അവർ കൊണ്ടുപോവുകയാണ്, അഥവാ സന്നദ്ധിരീം സംഘം. അവിടെയും കർത്താവിനെ പരിശോധിക്കുന്നു. വിശദമായ ചോദ്യം ചെയ്യലുകൾ നടക്കുന്നു. ഇവർ പ്രതീക്ഷിക്കുന്ന കുറ്റങ്ങളൊന്നും കർത്താവിൽ തെളിയിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്നാൽ അന്നത്തെ നിയമപരമായ നിലപാടനുസരിച്ച് പിന്നീട് അവർ തന്നെ നമ്മുടെ കർത്താവിനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുചെല്ലുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അങ്ങനെ
പീലാത്തോസ് വിസ്തരിച്ചു. കുറ്റങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. ആവർത്തിച്ചു പറയുന്നു, കുറ്റമില്ല. ഈ സമയത്താണ് നമ്മുടെ കർത്താവ് ഗലീലക്കാരനാണെന്ന് അറിയുന്നത്. ആ സമയത്ത് ഹേരോദാവ് യെരുശലേമിൽ എത്തിയിട്ടുണ്ട്. അതറിഞ്ഞ് പീലാത്തോസ് കർത്താവിനെ ഹേരോദാവിൻ്റെ അടുക്കിലേക്ക് അയക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 7-ാം വാക്യം. അവിടെയും ഹേരോദാവ് വിവിധ നിലകളിൽ പരിഹാസത്തിൻ്റെ അനുഭവത്തിലൂടെ കർത്താവിനെ കടത്തിവിട്ട് പരിശോധനകളൊക്കെ നടത്തിയെങ്കിലും അവിടെയും കുറ്റങ്ങളൊന്നും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. വീണ്ടും നമ്മുടെ കർത്താവിനെ അവർ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-11 നാം അത് വായിക്കുന്നു. അതായത് 5 കോടതികളിൽ 6 പ്രാവശ്യം വിസ്തരിച്ചിട്ടും ഒരു കുറ്റവും കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷേ അവരുടെ ഇഷ്ടം കർത്താവിനെ ക്രൂശിക്കണമെന്നുള്ളതായിരുന്നു. പീലാത്തോസിനോട് അവർ ആവർത്തിച്ചാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് അനുവാദം പീലാത്തോസ് കൊടുക്കുന്നു. പിന്നീട് കഠിനമായ ദണ്ഡനങ്ങളിലൂടെ കടന്നുപോയി കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ വേദനയും സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നു. ഇവിടെ ന്യായമായ ഒരു ചിന്ത വ്യക്തിപരമായി നമുക്ക് ഉണ്ട്. ഒരു കുറ്റവും കണ്ടെത്തുവാൻ കഴിയാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത ഈ കർത്താവ് എന്തുകൊണ്ട് ഈ ശിക്ഷയിലൂടെ, ഈ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു? ഉത്തരം തേടി നാം അലയേണ്ടതില്ല. കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി, വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് വേണ്ടി, നമ്മുടെ കർത്താവ് കടന്നുപോയ മേഖലകളാണ് ഇത്. വേദനയുടെ, ദണ്ഡനത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, നിന്ദയുടെ, കൈവിടപ്പെടലിൻ്റെ എല്ലാം അനുഭവത്തിലൂടെ കർത്താവ് കടന്നു പോകുകയാണ്. എന്തിനാണ് അത്? ഒരു കുറ്റവും ചെയ്യാത്തവൻ എന്തിനു വിധിക്കപ്പെട്ടു? ക്രൂശ് മരണത്തിന് വിധിക്കപ്പെട്ട് അതനുഭവിക്കേണ്ടി വന്നു. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമുക്ക് ദൈവനീതി തരേണ്ടതിന് ക്രിസ്തുവിനെ പാപം ആക്കി. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവ് ക്രൂശിന്മേൽ കയറി. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന, വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി കർത്താവ് തീർന്നു. യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പാപങ്ങളെ നീക്കുവാൻ കർത്താവ് വന്നു. ഇങ്ങനെയുള്ള വാക്യങ്ങളിലൂടെ ഒരു സത്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ എപ്പോഴും നൽകുകയാണ്. പാപികളായ നമുക്ക് മാറ്റം തരുവാൻ, നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും പോരാ, കർത്താവിനോടുകൂടെയുള്ള വാസത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകേണ്ടതിനു വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് വന്ന് ഞാനും നിങ്ങളും കടന്നു പോകേണ്ട സ്ഥാനത്തൂടെ നമുക്ക് പകരമായി കടന്നുപോയി വിധിക്കപ്പെട്ട് കഠിനമായ വേദന സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മെയും ഉയർപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. നമ്മെ പൂർണ്ണമായും മാറ്റുവാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു. സ്വർഗത്തിലെ സകല മഹത്വവും നമുക്ക് വേണ്ടി വിട്ട് ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നിന്ദിക്കപ്പെട്ടവനായി, പരിഹസിക്കപ്പെട്ടവനായി ലോക ഭരണാധികാരികൾ, അത് മതകോടതിയിലും ലോക കോടതിയിലും വിസ്തരിക്കപ്പെട്ട് പാപമില്ലെന്ന് തെളിഞ്ഞിട്ടും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവിനെ നമുക്ക് ഓർക്കാം. ഇതുപോലെ നമ്മെ സ്നേഹിച്ച വേറെ ആരുമില്ല. നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് വിടുവിച്ച വേറെ ആരുമില്ല. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് മോചനം തന്ന വേറെ ആരുമില്ല. നമ്മെ നരകത്തിൽ നിന്ന് വിടുവിച്ച വേറെ ആരുമില്ല. നമ്മുടെ കർത്താവ് മാത്രം. കർത്താവ് നമ്മെ സ്നേഹിച്ചു.
ആ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം, കഷ്ടാനുഭവങ്ങളെ ഓർക്കാം. എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ വിധമായ വിധിയുടെ അനുഭവത്തിലൂടെ, കോടതികളിലൂടെ കടന്നുപോയി വേദന സഹിച്ച നമ്മുടെ കർത്താവിനെ ധ്യാനിച്ച്, കർത്താവിൻ്റെ മരണാടക്ക പുനരുത്ഥാനം നമ്മെ രക്ഷിക്കുവാനുള്ളതായിരുന്നതുകൊണ്ട് ധ്യാനിച്ച് നന്ദി അർപ്പിച്ച് കർത്താവിനോട് ഇങ്ങനെ പറയാം: കർത്താവേ, അങ്ങെന്നെ സ്നേഹിച്ചല്ലോ, അങ്ങ് എനിക്ക് പകരമായി ഈ വിധികളിലൂടെയെല്ലാം കടന്നുപോയി. എന്നെ രക്ഷിക്കേണ്ടതിന് അവിടുന്ന് ക്രൂശിൽ മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. കർത്താവേ, അങ്ങ് എന്നെ സ്നേഹിച്ച സ്നേഹം എത്ര ഉന്നതമായ സ്നേഹമാണ്. അതിൻ്റെ ആഴവും ഉയരവും നീളവും വീതിയും തിരിച്ചറിയാൻ എനിക്ക് പ്രാപ്തിയില്ലെങ്കിലും അങ്ങെന്നെ സ്നേഹിച്ചു, രക്ഷിച്ചു. എനിക്ക് പകരമായി അവിടുന്ന് കടന്നുപോയി. കർത്താവേ, നന്ദി എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പാപിയിൽ പ്രധാനിയായിരുന്ന എന്നെ രക്ഷിപ്പാൻ ശാപമൃത്യുവേറ്റ നിന്നെ നിത്യകാലം വാഴ്ത്തും ഞാൻ. ശാപമൃത്യുവേറ്റ നിന്നെ നിത്യകാലം വാഴ്ത്തും ഞാൻ. ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം, ഇത്ര സ്നേഹം